ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഒരു ഫലമാണ് മാമ്പഴം, അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇഷ്ടംപോലെ ഇപ്പം കിട്ടുന്നുണ്ട്. വളരെ ചീപ്പ് റേറ്റിനാണ് ഇപ്പം മാമ്പഴം കിട്ടുന്നത്. നമുക്ക് ആ മാമ്പഴം കൊണ്ട് നല്ല ഒരു അടിപൊളി ഒരു സാധനം ഉണ്ടാക്കി തരും. അത് എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഒരു നല്ല പഴുത്തം ഒക്കെ ഒരു 3-4 മാമ്പഴം അങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഈ മാമ്പഴം കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ഐറ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മാമ്പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളയട്ടെ. അപ്പം നല്ല പഴുത്തം നോക്കി ഇതേപോലെ അങ്ങോട്ട് എടുക്കുക. ഇതുപോലെ തൊലിയും കൂടി ചെത്തിയെടുക്കും. നല്ല മധുരം ഈ മാങ്ങയ്ക്ക്. അപ്പോൾ മാമ്പഴത്തിൻ്റെ തൊലിയെല്ലാം ചെത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇത് നമുക്ക് ഇതേപോലെ ഒരു ജാറെടുക്കുക. ഇതേപോലെ 1 കപ്പ് തേങ്ങാപ്പീര. ഇത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ആണെങ്കിൽ നല്ലതാണ്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇതേപോലെ നല്ലതുള്ളത് പൊടിച്ചെടുക്കാൻ പറ്റും. ഉണക്ക തേങ്ങ ആണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ജാറിനകത്തിട്ടതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇതേപോലെ അരഞ്ഞൊന്നും പോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. വേണ്ട, ഇപ്പോൾ പൊടിച്ച് ഒരു പരുവായില്ലേ. അപ്പോൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര നമുക്കൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് ആ മാമ്പഴമൊക്കെ നമുക്ക് അരിഞ്ഞിങ്ങോട്ട് ഇടാം. ഇതേപോലെ എങ്ങനെയൊക്കെ അങ്ങ് അരിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ ആ മാമ്പഴമെല്ലാം അരിഞ്ഞ് ജാറിനകത്ത് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ അരച്ചെടുക്കണം. അതായത് പൾപ്പ് പോലെ ആക്കണം. വെള്ളം ഒഴിക്കാതെ വേണം നമുക്കത് ചെയ്തെടുക്കാം. ഇപ്പം നല്ലപോലെ അരച്ചിട്ടുണ്ട്. തേടാം. ഇതേപോലെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. ഈ വേറെ പാത്രത്തിൽ മാറ്റണ്ട, ഇത് പിടിക്കട്ടെ. ഇത് നമുക്ക് അടുപ്പൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് അതെങ്ങനെ ചെയ്യുന്നു. അടുപ്പ് കത്തിയ ശേഷം ഒരു കട്ടിയുള്ള ചീനച്ചട്ടി വല്ലതും അടുപ്പത്തിട്ട് വെക്കുക. അപ്പോൾ ഈ ചീനച്ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് 2 ടീസ്പൂൺ അളവിൽ നെയ്യ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നല്ല നെയ്യ്. ഇതേപോലെ ഒരു അരപ്പാത്രം റവയോടെ കരുതിക്കണം. ഇപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന റവയാണ്. ഇത് ഇട്ടിരിക്കട്ടെ. നെയ്യ് ചൂടായതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെക്കണം. ചെറിയ തീയിൽ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര് നമ്മൾ കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കും. അതായത് പൊടിപ്പിച്ചതിൻ്റെ പകുതി. ഇതേപോലെ പകുതി ഇട്ട് കൊടുക്കുക. ഈ പകുതി അവിടെ ഇരിക്കട്ടെ. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കൂട്ടത്തിൽ ഈ റവയും കൂടെ ഇതൊരു അരപ്പാത്രമുണ്ട്, നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഞാൻ നോക്കട്ടെ, കുറേശ്ശെ ഇട്ട് കൊടുക്കും. ഈ അരപ്പാത്രം കിടന്നോട്ടെ. ആ റവയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി. കളറൊന്നും മാറേണ്ട കാര്യമൊന്നുമില്ല. 2 അല്ല ഒരു 3 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ തീയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 3 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന പൾപ്പ്, മാങ്ങാപ്പൾപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. വെള്ളം ശകലം പോലും ചേർക്കാതെ വേണം നമുക്കത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരു 5-6 ഏലക്ക ഒന്ന് പൊടിച്ച് വെച്ചിരിക്കുന്നു. അത് നമുക്ക് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇനി നമുക്കിതിനകത്ത് ഒരു ഐറ്റം കൂടെ ചേർക്കണം. ഒരു മിൽക്ക് പേട. ഇത് 200 ഗ്രാമിൻ്റെ തൂക്കമുള്ളതാണ്. ഇതിൻ്റെ ഒരു പകുതി, ഒരു 100 ഗ്രാം അളവിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഇതിൻ്റെ പകുതി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം കൂടെ ഈ പാൻ്റെ അകത്തുനിന്ന് വിട്ട് വരണം. അത്ര സമയം നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ചെറിയ തീയിൽ ഇത് റെഡിയാക്കി എടുക്കാവുള്ളൂ. നമ്മൾ ഈ അലുവായ്ക്കൊക്കെ റെഡിയാക്കത്തില്ല, അതേപോലെ. നല്ല നെയ്യ് വേണമെങ്കിൽ ഒരല്പം കൂടെ ചേർത്തോളം കേട്ടോ. ഞാൻ ഇനി ഒഴിക്കുന്നില്ല, കാര്യം അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒട്ടിപ്പിടിക്കാത്ത പാത്രത്തിൻ്റെ അകത്ത് ഇത് റെഡിയാക്കാവുള്ളൂ. എല്ലാവരും വീട്ടിലൊക്കെ പാനുണ്ടല്ലോ, നോൺ സ്റ്റിക്ക് പാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇത് ചെയ്തെടുക്കാവുള്ളൂ. ഏകദേശം ഒരു ചെറിയ തീയിൽ ഒരു 4-5 മിനിറ്റെങ്കിലും ഇരിക്കണം കേട്ടോ. നമ്മുടെ ആ പാൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. പാൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ആ രീതിയിൽ. അപ്പോൾ അതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിക്ക് ആകുമ്പോഴത്തേക്കും അടുപ്പങ്ങ് നിർത്തിയേക്കും. താഴോട്ട് വെച്ചിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം. ഇങ്ങനെ ഒന്ന് അടത്തിയിട്ട് കൊടുക്കുക. കാര്യം ഒന്ന് തണുക്കട്ടെ. നേരത്തെ ഇട്ട് കൊടുക്കുക. നല്ലപോലെ തണുക്കണം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ പുറത്ത് തന്നെ ഇരുന്നാൽ മതി. തണുത്തിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇപ്പോൾ കുറച്ച് സമയം ഇരുന്നതിന് ശേഷം തണുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങാപ്പീരയും കൂടെ ഇങ്ങോട്ട് അടുപ്പിച്ച് വെക്കുക. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് പിടിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ കയ്യിലങ്ങനെ നെയ്യൊന്നും തൂക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ലപോലെ കൈ വൃത്തിയാക്കിയ ശേഷം നമുക്കിഷ്ടമുള്ള ഷേപ്പിലൊന്ന് പിടിച്ചെടുക്കാം. വേണ്ട വേണ്ട ഇപ്പോൾ എളുപ്പമല്ലേ, ഒരു ഉണ്ട പോലെ ഇങ്ങനെ പിടിച്ചെടുക്കുക. ലഡുവിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ അങ്ങോട്ട് പിടിച്ചെടുക്കുക. ശരിക്കും ഒരു മാമ്പഴ ലഡു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് പിടിച്ചെടുക്കുക. അപ്പോൾ ലാസ്റ്റത്തെയാണ്. എത്ര പിടിക്കാൻ നോക്കട്ടെ. 3, 5, 3, 8, 10, 12 കിട്ടി. ഇനി നമുക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാപ്പീരിക്കകത്തോട്ട് ഇതൊന്ന് പരട്ടിയെടുക്കാം. ഒന്ന് പുരട്ടിയിട്ട് ഇതിങ്ങോട്ട് വെക്കും. അപ്പോൾ ഇതേപോലെ ഒന്ന് പിടിച്ചു വെക്കട്ടെ. 12 തേങ്ങാപ്പീരിക്കകത്തൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ കറുത്ത മുന്തിരിക്ക ഉണ്ടെങ്കിൽ ഓരോന്നെടുത്ത് ഇങ്ങനെ അങ്ങോട്ട് വെക്കും. നല്ല രുചികരം, നല്ല ടേസ്റ്റാണിത് കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞാലും നിങ്ങൾക്കറിയാമല്ലോ, കണ്ടില്ലേ ആ കൂട്ടൊക്കെ. ഇതേപോലെ ചെയ്ത് നോക്കിക്ക്. ഇങ്ങനത്തെ രീതിയിലൊക്കെ ഉണ്ടാക്കി ആരാ കഴിക്കാത്തത് അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ഇഷ്ടംപോലെ മാമ്പഴം കിട്ടുന്ന സമയമാണ്. ഇതേപോലെയൊക്കെ ഒന്നുണ്ടാക്കി കൊടുക്കുക. ചായയുടെ കൂടോ കാപ്പിയുടെ കൂടോ ഇതൊന്നുമില്ലാലും ചുമ്മാ ആണേലും നമുക്ക് ലഡു തിന്നുന്ന പോലെ തന്നെ കഴിക്കാം. നല്ല രുചികരമായ ഒരു സാധനം തന്നെയാണ്. ഒന്ന് ചെയ്ത് നോക്ക് എല്ലാവരും. ഇപ്പോൾ നമുക്കറിയാമല്ലോ, വെക്കേഷൻ സമയമാണ്. കുട്ടികളൊക്കെ ഇങ്ങനെ ഓടിപ്പോയി നടക്കുന്ന സമയമാണ്. പിന്നെ ഇഷ്ടംപോലെ മാമ്പഴവും കിട്ടും. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റും കേട്ടോ. ചുമ്മാ പറഞ്ഞൊന്നുമല്ല, ചെയ്ത് നോക്കുക. ഈ ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.